നമുക്ക് ആ മെമ്മറി ലോസ് ആണ്. അതായത് നമ്മുടെ ആ മെമ്മറിയെ നഷ്ടപ്പെട്ടു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സോളായിട്ട് നമ്മൾ പൊയ്ക്കഴിയുമ്പോഴേ നമ്മൾ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. 84 ലക്ഷം രാശികളിൽ ജന്മം എടുത്തിട്ടുണ്ട്. അപ്പം ഈ ജന്മങ്ങളിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ സോള് മനസ്സിലാക്കും, ഞാൻ ഇവിടെ വന്നത് ഇതിനായിരുന്നു, പക്ഷെ അതൊന്നും പൂർത്തീകരിച്ചില്ലല്ലോ. അപ്പോൾ ആ സോളിന് വീണ്ടും ജന്മം എടുക്കണം എന്ന് തോന്നും. പക്ഷേ വീണ്ടും ഭൂമിയിൽ വരുമ്പം മറവി സംഭവിക്കും. പക്ഷേ ഇതിൽ അപൂർവം ചില സോൾസ് വളരെ ഉന്നതരായിട്ടുള്ള ആത്മാക്കളുണ്ട്. അവർക്കറിയാം ഭൂമിയിൽ എന്തിനു വന്നു. ഇപ്പോൾ ആദിശങ്കരാചാര്യരെ പോലുള്ള വ്യക്തികൾ, അവർക്കറിയാം എന്തിനു വേണ്ടി ഈ ഭൗതികമായിട്ട് ഇപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ട് മാത്രം ജീവിച്ച് മരിച്ചു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് സിദ്ധന്മാരുണ്ട്, യോഗിവര്യന്മാരുണ്ട്, അതുപോലെ മഹർഷീശ്വരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ധ്യാനത്തിലാണ് ഇത് കണ്ടെത്തുന്നത്, ഇവർ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ അറിവാണ് നമ്മൾ പല പല ഗ്രന്ഥങ്ങളിലൂടെ, പുരാണ ഗ്രന്ഥങ്ങൾ, ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആന്തരിക സത്ത എന്ന് പറയുന്ന ഈ ആത്മാവാണ്. ഈ ആത്മാവ് ഒരിക്കലും നശിക്കുന്നുമില്ല, അത് എപ്പോഴും എറ്റേണിറ്റിയിലാണ്. പക്ഷേ ഈ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മാവാണ്. ഈ ശരീരം നമുക്ക് ഇവിടുന്ന് വിട്ടു പോകുന്നതിനകം നമുക്ക് ഇതിനകമാണ്